ഒരിക്കലും ഒരു ഗ്രാമത്തിലെ ഒരു പുരോഹിതനോട് മറ്റൊരു ഗ്രാമത്തിലെ ഒരാൾ വന്ന് ചോദിച്ചു, നിങ്ങളുടെ ഗ്രാമത്തിലെ ആളുകളൊക്കെ എങ്ങനെയുണ്ട്, അവരൊക്കെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണോ എന്ന്. അപ്പോൾ പുരോഹിതൻ തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ ഗ്രാമത്തിലെ ആളുകളൊക്കെ എങ്ങനെയുണ്ട്, അവരൊക്കെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന കൂട്ടത്തിലാണോ? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ നാട്ടിലെ ആളുകളൊക്കെ വളരെ മോശം ആൾക്കാരാണ്, അവരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോൾ പുരോഹിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ ആൾക്കാരും വളരെ മോശം ആൾക്കാരാണ്, അവരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം തിരിച്ചുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു ഗ്രാമത്തിൽ ഒരാൾ വന്ന് ചോദിച്ചു, ഇതേ ചോദ്യം തന്നെ, ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ പുരോഹിതൻ ഒന്നാമത്തെ ആളോട് ചോദിച്ചു അതേ ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ ഗ്രാമത്തിലെ നിങ്ങളുടെ നാട്ടിലെ ആളുകളൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിലെ ആളുകളൊക്കെ വളരെ നല്ല ആൾക്കാരാണ്, ഞാനിവിടെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്, ഞങ്ങളുടെ നാട്ടിലെ ആളുകളെ പോലെ ഇവിടുത്തെ ആളുകളാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചതെന്ന്. അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, ഇവിടുത്തെ ആൾക്കാരും നല്ല ആൾക്കാരാണ്, നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ സുഖകരമായിട്ട് ബിസിനസ് ചെയ്യാന്ന്. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന പുരോഹിതന്റെ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഒന്നാമത്തെ ആളോട് നിങ്ങൾ പറഞ്ഞു ഇവിടുത്തെ ആളുകളൊക്കെ വളരെ മോശം ആൾക്കാരാണ്, രണ്ടാമത്തെ ആളോട് നിങ്ങൾ പറയുന്നു ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്, ഇവിടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, ഒന്നാമത്തെ ആളുടെ നാട്ടിലെ ആളുകളുടെ കുഴപ്പമല്ല, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്. അദ്ദേഹം ഇവിടെ വന്നാലും അങ്ങനെയൊക്കെ തന്നെ അദ്ദേഹത്തിന് അനുഭവപ്പെടും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. രണ്ടാമത്തെ ആളുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ട്, അതെനിക്ക് മനസ്സിലായി. അദ്ദേഹം എല്ലാത്തിലും നന്മ കാണുന്ന ആളാണ്, അദ്ദേഹം ഇവിടെ വന്നാലും അദ്ദേഹത്തിന് അങ്ങനെ അനുഭവപ്പെടും, നല്ല ആൾക്കാരായിട്ടാണ് അനുഭവപ്പെടും, അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ കഴിയുന്നു. നമ്മൾ ബന്ധപ്പെടുന്ന സാഹചര്യങ്ങളിലും ചുറ്റുപാടുകളിലും ആളുകളിലും ഗ്രൂപ്പിലും എല്ലാം നന്മയും തിന്മയും ഉണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് കാണുന്നത് അതിനനുസരിച്ചാണ് നമുക്കത് അനുഭവപ്പെടുക. എല്ലാത്തിലും നന്മ കാണാൻ ശ്രമിച്ചാൽ എല്ലാത്തിലും നമുക്ക് നന്മ കണ്ടെത്താൻ കഴിയും. എല്ലാത്തിലും തിന്മ മാത്രം, ചീത്ത മാത്രം കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ, എല്ലാത്തിലും കുറ്റം മാത്രം കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കുറ്റമാവും. അതുകൊണ്ട് എല്ലാത്തിലും നന്മ കണ്ടെത്താൻ ശ്രമിക്കുക. ഈ ലോകത്ത് ഒരുപാട് നന്മയുണ്ട്, തിന്മ കുറച്ചേ ഉള്ളൂ, പക്ഷെ അതിൽ നിന്ന് നമ്മൾ കാണുന്ന രീതിക്കനുസരിച്ച് നമുക്കത് അനുഭവപ്പെടും. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം റഫീഖ് പിലാമന്തം. താങ്ക് യു.